കീഴിൽ ധാരാളം എയ്ഡഡ് സ്കൂളുകളുണ്ട്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ ഇന്ന് എല്ലാവരും തന്നെ പ്രൈവറ്റ് സ്കൂളുകളിലേക്കാണ് പിള്ളേരെ കൊണ്ടുവന്നത്. ഇന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഭാ സമൂഹത്തിൽ നിന്നുള്ള അവശേഷിക്കുന്ന കുട്ടികളെയെങ്കിലും ഈ ഒരു സ്കൂൾ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കേരള ചരിത്രത്തിൽ രണ്ടാമതായിട്ടാണ് 4 പേര് നമ്മുടെ ക്യാബിനറ്റ് റാങ്കിൽ വരുന്നത്. അതുപോലെ ചരിത്രത്തിലാദ്യമായി 14 MLA ഈ സഭയിൽ നിന്നും നമ്മുടെ അസംബ്ലിയിൽ വന്നിരിക്കുന്ന മുന്നോട്ടുള്ള ഈ ഒരു യാത്രയിൽ ഇവിടെ മന്ത്രിമാരെല്ലാവരും പറഞ്ഞതുപോലെ ഏതാവശ്യങ്ങൾക്കും സമീപിക്കാവുന്ന ജനപ്രതിനിധികളായി ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള 14 പേരും നിങ്ങളോടൊപ്പം ഉണ്ടാകും. UDF സർക്കാരിലെ ചീഫ് വിപ്പാണ്. കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. പാർട്ടിയിലെ ഇളം തലമുറക്കാരനായ അപ്പു MLA വർഗീയത പറച്ചിൽ മുസ്ലിം ലീഗിനോട് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പച്ചയ്ക്ക് തന്നെ പറയുകയാണ് അപ്പു ക്രൈസ്തവ വർഗീയത, അതും സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച്. ഇതോടെ അപ്പുവിന്റെ MLA സ്ഥാനം കേരള കോൺഗ്രസിൻ്റെതല്ല, സഭയുടേതാണെന്ന് എല്ലാവർക്കും വ്യക്തമായി. തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് VD സതീശൻ ഇതേ സഭാ ആസ്ഥാനത്തേക്ക് എത്തിയത് ഏറെ ചർച്ചയായിരുന്നു. ബിഷപ്പുമാർ ഇടനില നിന്നിട്ടും തൊട്ടു പിന്നാലെ UDFിലേക്ക് പോകാതെ LDF വിടില്ലെന്ന് ജോസ് കെ മാണി പ്രഖ്യാപിച്ചതോടെ ആ ദൗത്യം ചീറ്റിപ്പോയി. എന്നാൽ ഒന്നല്ല 14 MLA സിറോ മലബാർ സഭ നിയമസഭയിലേക്ക് വിട്ടിരിക്കുന്നത്. ജോസ് കെ മാണി കോൺഗ്രസിൽ നിന്നും കളം മാറ്റി ജോസഫ് കോൺഗ്രസിലേക്ക് ചാടിക്കയറിയിരിക്കുന്നു സഭാ നേതൃത്വവും. കേരള ചരിത്രത്തിൽ രണ്ടാമതായാണ് ക്യാബിനറ്റ് റാങ്കിലേക്ക് 4 സഭാ വിശ്വാസികൾ വരുന്നത് എന്ന് പറഞ്ഞാണ് അപ്പു ജോസഫിന്റെ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലെ ആ തുടക്കം. ചരിത്രത്തിലാദ്യമായി 14 MLA സഭയുടെ പ്രതിനിധികളായുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നാണ് അപ്പു പറയുന്നത്? പച്ചയ്ക്ക് തന്നെ പറയുന്നത് സഭയിലെ വിശ്വാസികളുടെ കുട്ടികളെ മറ്റൊരു സ്കൂളിലും വിടരുത്. സഭയുടെ എയ്ഡഡ് സ്കൂളുകൾ നിരവധിയുണ്ട്. എന്നിട്ടും പ്രീ പ്രൈമറിയിൽ വേറെ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുന്നത് അത് അവസാനിപ്പിക്കണം. സഭയുടെ കുട്ടികളെ സഭയുടെ സ്കൂളിൽ മാത്രമേ വിടാവൂ. അതിന് സർക്കാർ എല്ലാ സഹായവും ചെയ്തു തരുമെന്നാണ് അപ്പു ജോസഫിന്റെ അടുത്ത ഉറപ്പ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം കേരള ചരിത്രത്തിൽ രണ്ടാമതായി സിറോ മലബാർ സഭയിൽ നിന്നും ക്യാബിനറ്റ് റാങ്കിലേക്ക് 4 സഭാവിശ്വാസികൾ, അന്ന് എൻ്റെ അപ്പച്ചനുൾപ്പെടെ മാണി സാറും KC ജോസഫ് സാറും അതുപോലെ ചീഫ് വിപ്പായിട്ട് ആദ്യം PC ജോർജും പിന്നീട് തോമസ് ഉണ്ണിയാട്ടമായിരുന്നെങ്കിൽ കേരള ചരിത്രത്തിൽ രണ്ടാമതായിട്ടാണ് 4 പേര് നമ്മുടെ ക്യാബിനറ്റ് റാങ്കിൽ വരുന്നത്. അതുപോലെ ചരിത്രത്തിലാദ്യമായി 14 MLA ഈ സഭയിൽ നിന്നും നമ്മുടെ അസംബ്ലിയിൽ വന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ ഒരു ദുഃഖാന സഭാദിനത്തിൽ ഞങ്ങൾക്കൊരു വലിയ ആദരവായിട്ട് ഇന്ന് വിളിച്ച് ചേർത്തിരിക്കുന്ന ഈ പങ്കെടുക്കുവാൻ അവസരം തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. കീഴിൽ ധാരാളം എയ്ഡഡ് സ്കൂളുകളുണ്ട്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ ഇന്ന് എല്ലാവരും തന്നെ പ്രൈവറ്റ് സ്കൂളുകളിലേക്കാണ് പിള്ളേരെ കൊണ്ടുവന്നത്. ഞാനത് അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് പറഞ്ഞതാണ്. നമ്മുടെ സഭയുടെ കീഴിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, സ്കൂളുകളുടെ നിലവാരം ഉയർത്തുവാണെങ്കിൽ ഇന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഭാ സമൂഹത്തിൽ നിന്നുള്ള അവശേഷിക്കുന്ന കുട്ടികളെയെങ്കിലും ഈ ഒരു സ്കൂൾ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അത് സർക്കാർ അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ സർക്കാർ മാത്രമല്ല, CSR ഫണ്ടുകളോ മറ്റോ ഉപയോഗിച്ച് പഠനേതര വിഷയങ്ങളിലും പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള, എത്തിക്സ് ഉള്ള, സിവിക് സെൻസ് ഉള്ള, കാര്യപ്രാപ്തിയുള്ള മിടുക്കന്മാരായ പൗരന്മാരെ വാർത്തെടുക്കുവാൻ നമുക്ക് ഇനിയും സാധിക്കും. ആ റിവൈവൽ തുടങ്ങേണ്ടത് നമ്മുടെ സ്കൂൾ തലങ്ങളിലാണ് എന്നുള്ള ഒരു എളിയ അഭിപ്രായം ഞാൻ പിതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങനെ പച്ചയ്ക്ക് തന്നെ വർഗീയത പറഞ്ഞ് ക്രൈസ്തവ സഭാവിശ്വാസികൾക്കിടയിൽ ഒരു താരമാകാനുള്ള ശ്രമമാണ് അപ്പു ജോസഫിൻ്റെത്. സഭയുടെ ഏതാവശ്യത്തിനും സഭാവിശ്വാസികളുടെ ഏതാവശ്യത്തിനും ഈ 4 മന്ത്രിമാരും മൊത്തം 14 MLA ഉണ്ടാകുമെന്നും അപ്പു ജോസഫ് സിറോ മലബാർ സഭയുടെ ബിഷപ്പുമാർ മുമ്പാകെ സത്യം ചെയ്ത് ഉറപ്പു നൽകുന്നു. മുന്നോട്ടുള്ള ഈ ഒരു യാത്രയിൽ ഇവിടെ മന്ത്രിമാരെല്ലാവരും പറഞ്ഞതുപോലെ ഏതാവശ്യങ്ങൾക്കും
സമീപിക്കാവുന്ന ജനപ്രതിനിധികളായി ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള 14 പേരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾ തന്ന ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ഇങ്ങനെ തന്നെ പി ജെ ജോസഫിൻ്റെ മകൻ വർഗീയത പച്ചയ്ക്ക് തന്നെ പറയണം. സഭയ്ക്കുള്ള നഷ്ടമെല്ലാം നികത്തി കൊടുക്കണം. മുസ്ലിം ലീഗിൻ്റെയും സംസ്ഥയുടെയും വർഗീയത കേട്ട് തഴമ്പിച്ച കേരളത്തിനിതാ മധ്യ കേരളത്തിൽ പച്ചയ്ക്ക് ക്രൈസ്തവ വർഗീയത പറഞ്ഞു പരത്തി അത് നടപ്പാക്കാൻ നേതൃത്വം നൽകുകയാണ് കേരള കോൺഗ്രസിൻ്റെ ഭാവി വാഗ്ദാനമായ അപ്പു ജോസഫ് എന്ന ചീഫ് വിപ്പ്.